ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്നലെ നമ്മൾ വടക്കുന്നാഥൻ തെക്കേ ഗോപുരം നടക്ക് മുന്നിൽ, അതായത് തൃശൂർ റൗണ്ടിൽ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് ഒപ്പമാണ് മോർണിംഗ് വൈബ്സിന്റെ ഈ ഒരു മണിക്കൂർ പോവുക. VS സുനിൽകുമാറിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഇതാണ് VS സുനിൽകുമാറിന്റെ വീട്. പക്ഷേ കണ്ടിട്ടുണ്ടാവും പ്രേക്ഷകർ ഇതിന് മുൻപും. ഇതാണ് VS സുനിൽകുമാറിന്റെ വീട്. അപ്പോൾ ഇത് പ്രചാരണത്തിലുള്ള വാഹനവും ഒക്കെ റെഡിയാണ്. അദ്ദേഹം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് വാഹനം ഉൾപ്പെടെയുള്ള. എന്നാലും ഇത് തൃശ്ശൂര് അന്തിക്കാട് അടുത്തുള്ള സ്ഥലമാണ്. ഈ അന്തിക്കാട് എന്നുള്ള ഈ സ്ഥലത്ത് നിന്നാണ് കേരളത്തിന്റെ കൃഷിമന്ത്രിയായ VS സുനിൽകുമാറിന്റെ ഒരു വളർച്ചയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ BALLB എന്നുള്ളൊരു ബോർഡ് ഒക്കെ ഇവിടെയുണ്ട്, നമുക്ക് കാണിക്കാം. അതിനു മുമ്പ് ഇത് വീടിന്റെ മുൻവശമാണ്. അദ്ദേഹം ഉള്ളിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ കിട്ടിയതൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സജീവമായിട്ടുള്ള ഒരു പ്രചാരണ രംഗത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന് ഈ രാവിലെ 7 മണി മുതൽ തന്നെ പ്രചാരണം ആരംഭിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് നേരെ തിരുവമ്പാടിക്കാണ്. തിരുവമ്പാടിയിൽ അവിടെ കാൽനാട്ടിലാണ് പൂരത്തിന്റെ. അപ്പോൾ അവിടെ പങ്കെടുത്ത ശേഷം നാട്ടികയിലേക്ക് പോകുമെന്നാണ് സുനിൽകുമാർ നമ്മോട് സൂചിപ്പിച്ചത്. എന്നാലും ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്തു നിന്നുള്ള കാഴ്ചകൾ. ഒരുപാട് പുരസ്കാരങ്ങൾ ഇങ്ങനെ ഷെൽഫിലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു. VS സുനിൽകുമാറിന് ആദരം, VS സുനിൽകുമാറിന് കോളേജ് യൂണിയൻ ഇനാഗ്രേഷൻ, അങ്ങനെ പല വേദികളിൽ പോയിട്ട് കിട്ടിയ ഉപഹാരങ്ങളെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ മുന്നിലുള്ള കാഴ്ചകൾ ഇനിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പഴയ വണ്ടി കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. സുനിലേട്ടാ നമസ്കാരം. അതെ, ഞങ്ങൾ രാവിലെ ലൈവിലാണ് കേട്ടോ. എന്താണ് അവസ്ഥ? നമുക്കൊന്ന് എപ്പോഴാ ഇറങ്ങണ്ടേ? നമുക്ക് ഇറങ്ങണം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചു, ഈ വണ്ടി ഒന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഈ വണ്ടി നമുക്കൊന്ന് പൊടിയിട്ടെടുക്കണ്ടേ? ഇതിന് നമ്മള് 2006 ഞാൻ MLA അന്ന് MLA-മാർക്ക് ലോൺ കിട്ടിയപ്പോ പഠിച്ചാ. പിന്നെ അത് മന്ത്രിയെ സമയത്ത് ഇങ്ങനെ വെറുതെ ഇട്ടു. അതങ്ങനെ സ്റ്റക്കായി പോയി. പിന്നെ അത് നന്നാക്കിയില്ല. ആണല്ലേ? ഈ ബുള്ളറ്റും ചേട്ടനാണോ? അല്ല, എന്നെ കാണാൻ വന്ന ആൾക്കാർ. ഇത് എന്റെ അനിയന്റെയാ. അംബാസഡർ ആയിരുന്നു തുടക്കം മുതൽ. ആദ്യം എടുത്ത കാർ അംബാസഡർ. ആദ്യം വണ്ടിയുടെ സ്നേഹം ഉണ്ടാവും ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. എങ്ങനെയാ, ഞാൻ സമയം തരണോ? റെഡി ആവണോ? ഞാൻ റെഡിയായി. ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് ഇപ്പൊ വീട്ടിലേക്ക് അവിടെ തൃശ്ശൂര് ഇവിടെ തിരുവമ്പാടിയുടെ ഇതുണ്ട് ഇവിടെ കാൽനാട്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ 7:30ക്കാണ് എന്റെ പര്യടനം ആരംഭിക്കുന്നത്. അപ്പൊ 1 മണിക്കൂർ ലേറ്റ് ആവും. ആണല്ലേ? അത് കഴിയുമ്പോഴേക്കും ഞാനെന്തായാലും ചേട്ടൻ കൂടു കേട്ടോ. പിന്നെ കൂടെ എന്നെ കയറ്റണം വണ്ടിയിൽ. വണ്ടി കയറ്റാല്ല. ആദ്യം ഞാൻ ഇതിൽ ഓപ്പൺ വണ്ടി പിന്നെ പള്ളിപ്പുറത്തുനിന്നാവുള്ളൂ. അതിപ്പോ നേരെ വടക്കുന്നാഥിൽ അല്ല ഇവിടെ അല്ല പോണ വഴിക്ക് നമ്മളിപ്പോ ലൈവ് ആയതുകൊണ്ട് നമ്മള് വണ്ടിയിനുള്ളിൽ തന്നെ പുറത്താൻ കുഴപ്പമില്ല. ആയിക്കോട്ടെ, ഞാൻ ഒന്നുകൂടി റെഡി ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും VS സുനിൽകുമാർ ഇപ്പോൾ റെഡി ആവുകയാണ്. ഇപ്പൊ ഇറങ്ങും. ഉടൻ തന്നെ നമുക്ക് നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. ഇപ്പോൾ വണ്ടിയിലേക്ക് കയറാൻ പോകും. ഇതാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യ വണ്ടി, KL8 AL 1233. ലോണെടുത്ത് ആദ്യമായി MLA ആയപ്പോൾ എടുത്തു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം മിനിസ്റ്റർ ആയപ്പോൾ ഈ വണ്ടി വെറുതെ ഇടേണ്ടി വന്നു. അങ്ങനെ അത് വേറെ ഒരു കാഴ്ചവസ്ഥയെ മാറി. പക്ഷെ എന്നാലും സൂക്ഷിച്ചിട്ടുണ്ട്. അത് പൊടിതെറ്റിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ വണ്ടി പരിസരങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കാണിച്ചു എന്ന് മാത്രം. എന്നാൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കിടക്കുകയാണ്. രാജ്യം വോട്ടെടുപ്പിന്റെ തിരക്കിലാണ്. നമുക്ക് നോക്കാം വിശദമായി ഓരോ വാർത്തകളിലേക്കും. സുനിൽകുമാർ നമ്മോടൊപ്പം തുടരുകയും ചെയ്യും. രാജ്യം വോട്ടെടുപ്പിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷത്തുള്ളവർ, CPM-ന്റെ വോട്ടർമാരെങ്കിലും കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദേശീയ പാർട്ടി ചിഹ്നം ഇതൊക്കെ നഷ്ടമാകുമോ എന്നുള്ള ആശങ്ക, പേടിയൊക്കെ. അപ്പോൾ അതിന്റെ ഒരു സാഹചര്യം എന്താണ്? നിലവിൽ ഈ കേരളത്തിൽ മാത്രമാണല്ലോ CPM ഇപ്പോൾ ഭരണമുള്ളത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ ഈ കുറി ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമോ എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും സംഭവം? അങ്ങനെ ഉണ്ടാകുമോ? മനുഭര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോയ ശേഷം ഓടിയെത്താം. സുനിൽകുമാർ ചേരുമ്പോഴേക്കും അദ്ദേഹം എത്തുകയും ചെയ്യും. CPM-ന് ദേശീയ പാർട്ടിയായി തുടരാനാകുമോ എന്ന ആശങ്ക രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാവുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പദവി നഷ്ടമാകുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്.
എന്നാൽ 2026 വരെ പേടിക്കാനില്ല എന്നാണ് നിയമം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന് ആകെ 3 മാത്രമേ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സമാനമായ സാഹചര്യമുണ്ടായാൽ പാർട്ടി പ്രതിസന്ധിയിലാകും എന്ന് കരുതുന്നവരുണ്ട്. 2004 CPM ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അന്ന് 43 പാർട്ടി ജയിച്ചു. എന്നാൽ 2009 സാഹചര്യം മാറി. 16 സീറ്റുകളിലെ അത്തവണ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 2014 അത് 9 ചുരുങ്ങി. പിന്നീട് 2019 അത് 3 2009 3.5% വോട്ട് രാജ്യത്താകമാനം CPMന് ഉണ്ടായിരുന്നെങ്കിൽ 2019 അത് 1.77% മാറി. ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 സുപ്രധാനമായ മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഒന്ന് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ഉണ്ടാകുക എന്നതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം കേരളം, ത്രിപുര, ബംഗാൾ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട്. അത് 2026 വരെ നിലനിൽക്കും എന്നുള്ളതുകൊണ്ട് തന്നെ CPMന് ഭയപ്പെടാനില്ല. പക്ഷേ 2026 വരെ മാത്രം. 2016 ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പുനഃപരിശോധിക്കുന്ന കാലാവധി 10 വർഷമായി ക്രമീകരിച്ചു. ഈ ആനുകൂല്യം CPMന് ബലം നൽകുന്നു. അതുകൊണ്ട് 2026 വരെ പാർട്ടിക്ക് ദേശീയ പാർട്ടിയായി തുടരാം. തമിഴ്നാട്ടിലും ബംഗാളിലും ഇത്തവണ നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ പക്ഷേ വലിയ പ്രാധാന്യമുണ്ട്. 2 സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് 2 സീറ്റെങ്കിലും ജയിക്കേണ്ട ബാധ്യത CPMനുണ്ട്. അങ്ങനെ ജയിച്ചാൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ അത് എളുപ്പമാകും. തമിഴ്നാട്ടിൽ CPMന് 2 സീറ്റിൽ ജയിക്കാമെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെ ജയിച്ചില്ലെങ്കിൽ കൂടിയും അവിടെ 2029 വരെ സംസ്ഥാന പാർട്ടിയായി തുടരാനാകും. എന്നാൽ ബംഗാളിലെ സാഹചര്യം അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റെങ്കിലും പാർട്ടിക്ക് ബംഗാളിൽ നേടാൻ കഴിയണം. അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് നേടാനാകണം. അങ്ങനെ വന്നില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി 2026 നഷ്ടമാകും. CPM പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരിടം രാജസ്ഥാനാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്നതുകൊണ്ട് സിക്കാർ സീറ്റ് പിടിച്ചെടുക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ സംസ്ഥാന പാർട്ടി എന്ന പദവി ലഭിക്കും. അത് ഗുണകരമായി മാറുകയും ചെയ്യും. ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 MPമാരെ ലോക്സഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞാലും ദേശീയ പാർട്ടി എന്ന പദവി പിടിച്ചു നിർത്താൻ CPMന് ആകും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യതയുണ്ടോ എന്ന സംശയം ആണ് ഉയരുന്നത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ത്രിപുരയിൽ നിന്നും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയൊക്കെ പാർട്ടിക്കുണ്ട്. പക്ഷേ ബംഗാളിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ബംഗാളിൽ CPM കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. 294 നിയമസഭാ സീറ്റുകളുള്ള ബംഗാളിൽ 2016 തെരഞ്ഞെടുപ്പിൽ 29 മാത്രമേ CPMന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും വിജയിക്കാനായില്ല. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പ്രകടനം അത്യന്തം ദയനീയമായിരുന്നു. അതുകൊണ്ട് ബംഗാളിൽ സാഹചര്യം എങ്ങനെയാകും എന്ന് പാർട്ടിക്ക് കണക്കുകൂട്ടാൻ ആകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി പദവിക്കായി 3 പ്രധാന മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6% വോട്ട് കരസ്ഥമാക്കുക എന്നതാണ്. CPMന് അത് സാധ്യമാകുമോ എന്ന സംശയം ഉണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.77% വോട്ട് മാത്രമേ CPMന് കിട്ടിയുള്ളൂ. 6% വോട്ടിനൊപ്പം 4 പേരെ ലോക്സഭയിലേക്ക് അയക്കാനും കഴിഞ്ഞാൽ വേണമെങ്കിൽ ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താനാകും. മറ്റൊരു പോംവഴി 2% സീറ്റുകളിൽ ജയിക്കുക എന്നുള്ളതാണ്. അതായത് ലോക്സഭയിലേക്കുള്ള മൊത്തം സീറ്റുകളിൽ 2% എന്ന് പറയുമ്പോൾ 11 ഇടങ്ങളിൽ CPMന് ജയിക്കേണ്ടി വരും. അത് 3 സംസ്ഥാനങ്ങളിൽ നിന്നാകണം എന്നതാണ് മാനദണ്ഡം. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ജയിച്ചു കയറാം എന്ന പ്രതീക്ഷ പാർട്ടിക്കുണ്ട്. പക്ഷേ 3ാമത്തെ സംസ്ഥാനം ഏത് എന്ന ചോദ്യവും ഉയരുന്നു. പിന്നെയുള്ള പോംവഴി 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായി തുടരുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് CPM. ഈ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനമുണ്ടായാൽ CPMൻ്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകും എന്ന് കണക്കുകൂട്ടുന്നവർ ഉണ്ട്.
CPMൻ്റെ പതനവും CPMൻ്റെ തകർച്ചയുമൊക്കെ ആഗ്രഹിക്കുന്നവർ അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നുണ്ടാകാം. പക്ഷേ ഏതായാലും അവർക്ക് 2026 വരെ കാത്തിരിക്കേണ്ടി വരും. അതേസമയം മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ, ബംഗാളിലും ത്രിപുരയിലുമൊക്കെ വീണ്ടും ശക്തമായി തിരിച്ചു വരാൻ കഴിഞ്ഞാൽ CPMന് ദേശീയ പാർട്ടി പദവി നിലനിർത്താനാകും. എങ്കിലും ഇത് തുടർച്ചയായി നിലനിർത്തുക എന്നത് പാർട്ടിക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയായി അവശേഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മൾ എന്തായാലും സംസാരിച്ചുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളാണ്, തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ്. ഇപ്പോൾ മനുഭർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ അത് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും അതിന്റെ ബാക്കിയുള്ള അവസ്ഥയെന്ന്. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ ലോക്സഭ മത്സരത്തിൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ നമ്മോടൊപ്പം ഉണ്ട്. രാവിലെ പ്രചാരണത്തിനിറങ്ങി. അപ്പോൾ ഒരു ഫോൺ കോൾ ഒന്നാണ്, ഒരു നിമിഷം. അപ്പോൾ എന്നാലും നമ്മൾ നേരെ പോകുന്നത് തിരുവമ്പാടി, അവിടെ കാൽനാട്ടലാണ്. തിരുവമ്പാടിയിൽ കാൽനാട്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് സ്വീകരണ പരിപാടികളിലേക്ക്, പ്രചാരണത്തിലേക്കൊക്കെ സജീവമായി പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പദ്ധതി. നോക്കാം. അപ്പോൾ എന്നാലും ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്. സുനിലേട്ട, ഈ നാട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ഒരു ഊർജ്ജം ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ മണ്ഡലത്തിനകത്ത് തന്നെയാണ് വീട് എന്നുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ മത്സരിച്ച മണ്ഡലങ്ങളൊക്കെ ഒന്നും എന്റെ വീട് ഉൾപ്പെടുന്ന മണ്ഡലമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇലക്ഷൻ സമയത്ത് മിക്കവാറും വീട്ടിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഫ്ളാറ്റോ എടുത്ത് നമ്മൾ താമസിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ ഇത്തവണ പിന്നെ അങ്ങനെ ഒരു പരിപാടി ആലോചിച്ചിട്ടില്ല. ഇനി അവസാന നിമിഷം ആകുമ്പോൾ ചിലപ്പോൾ തൃശ്ശൂർക്ക് താമസം എവിടെയെങ്കിലും ഒരു താമസ സ്ഥലം ഒരുക്കേണ്ടി വരും. പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോ എല്ലാ ദിവസവും വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ എല്ലാം ശരിയാക്കി തരുമല്ലോ. അതിന്റെ ഗുണം അവിടുത്തെ സ്നേഹം ചായ പിടിച്ചിട്ടിറങ്ങാലോ അല്ലേ? നമ്മളിപ്പോ പുലർച്ചെ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും വീട്ടിൽ നിന്ന്. ഇപ്പൊ നമ്മൾ പുറത്താണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിലാണെങ്കിൽ നമ്മളിപ്പോ 5 മണിക്ക് ഇറങ്ങുകയാണെങ്കിലും അമ്മയും ഭാര്യയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ടേ വിടുള്ളൂ. അപ്പൊ നമ്മുടെ ചിട്ടകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ പ്രയാസം ഈ നല്ല ഉറക്കശീലുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ണൊക്കെ കഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ 12 മണിക്ക് ആയിട്ടല്ലോ ഉറങ്ങണത്. പിന്നെ 5-5:30 ആകുമ്പോൾ എണീക്കില്ല. അപ്പൊ 4-5 മണിക്കൂറേ ദിവസം ഉറക്കം കിട്ടുള്ളൂ. അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ ദിവസവും ഉണ്ടാവില്ല. അത് പിന്നെ സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥികളാകുമ്പോ നമുക്ക് 8 മണിക്കൂറൊന്നും ഉറങ്ങാൻ ഒരു സ്ഥാനാർത്ഥിക്കും പറ്റില്ല. അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ രാവിലെ എണീറ്റ് റെഡിയായി. ഇന്നിപ്പോ ഇത്തിരി നേരം വൈകിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ ഇതിൽ നേരത്തെ 6:30 ആകുമ്പോഴേക്കൊക്കെ ഇറങ്ങും. ഇപ്പൊ ഇന്നിപ്പോ ഇത്തിരി 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അതിന്റെ അല്ലെ സാധാരണ അങ്ങനെയല്ല, അതിനത്തിരി നേരത്തെ ഇറങ്ങില്ലേ. ഇന്നിപ്പോ അവിടെ പരിപാടി ആയതുകൊണ്ട് 8 മണിക്കാണ് അവിടെ പരിപാടി. 8 മണിക്ക് എത്തണം അവിടെ തിരിച്ച് പോകാൻ നോക്കല്ലേ. ഈ വീട് മുന്നിലേ നല്ല മാവും ഇഷ്ടം പോലെ മാങ്ങ കിടക്കുന്നുണ്ട്. കൃഷിയൊക്കെ ഒരുപാട്. എന്തൊരവസ്ഥ, എന്തൊക്കെ കൃഷി? എനിക്കിപ്പോ വീട്ടില് അങ്ങനെ കാര്യമായ സ്ഥലങ്ങളില്ല. എനിക്ക് സ്വന്തമായിട്ട് എന്റെ വീട്ടുകാർക്കുള്ളത് 14 സെന്റ് സ്ഥലമുള്ളൂ. പിന്നെ 15 സെന്റ് വേറെ അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ ചെയ്യുന്ന ചെറിയ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കൃഷിയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങള് കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ചെയർമാനായിട്ടുള്ള VK മോഹൻ കാർഷിക സംസ്കൃതി ഞങ്ങളവിടെ വലിയ തണ്ണിമത്തൻ കൃഷി നടത്തുന്നുണ്ട്. 18 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിയുണ്ട്. പിന്നെ 2 ഏക്കർ സ്ഥലത്ത് പിന്നെ കണിവെള്ളരി കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങള് മഞ്ഞൾ കൃഷി ചെയ്ത് പറിച്ചു. ഇപ്പൊ അത് നമ്മള് അത് സെയിൽ ചെയ്തു. പിന്നെ ഒരു പാടശേഖരത്തിൽ 4.5 ഏക്കറും ഒരു പാടശേഖരത്തിൽ 3 ഏക്കറോടൊക്കെ 7 ഏക്കർ പാട്ടത്തിന് കൃഷി ചെയ്യുന്നുണ്ട്. VK മോഹൻ കാർഷിക സംസ്കൃതി എന്ന് പറയുന്ന ഞാൻ ചെയർമാനായിട്ടൊരു കമ്മിറ്റിയാണ്. ഞങ്ങൾ ആ കൃഷി ചെയ്യുന്നുണ്ട്. അതിപ്പോ ഞങ്ങൾ സ്ഥിരമായിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ കൊയ്ത്തവറായി, ഇപ്പൊ കൊയ്ത്ത് തുടങ്ങി. അപ്പൊ എനിക്ക് പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല ഇലക്ഷൻ കാരണം. അപ്പൊ അതിന്റെ ചുമതലപ്പെട്ട ഭാരവാഹികള് കൊയ്ത്തും കാര്യങ്ങളും ചെയ്തോളും, പ്രശ്നമില്ല. എന്തായാലും പ്രചാരണം ഓപ്പൺ വാഹനം അങ്ങ് പോയിട്ടുണ്ടല്ലോ, തിരികെ എത്തുമായിരിക്കും. ഓപ്പൺ വാഹനം നമ്മുടെ ആവില്ല ആണല്ലോ അല്ലേ? ആണ് അല്ല, എന്റെ വാഹനം അങ്ങോട്ട് പോകാൻ വഴിയില്ലല്ലോ. പോവും അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകണ്ടാവും. അവിടെയാണ് പള്ളിപ്പുറത്തേക്ക് പോയതായിരിക്കും. ഈ ഓപ്പൺ വാഹനത്തിലേ ഓപ്പൺ വാഹനം കണ്ടപ്പോ ചോദിക്കാൻ വന്നത് വേറൊന്നല്ലേ, ഈ ചൂടാണ്. നമ്മളൊക്കെ ഈ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ പറ്റാണ്ടായി. ഈ ഇലക്ഷൻ ഈ സമയത്തായതൊക്കെ ഒന്നും ചെയ്യാനില്ല എങ്കിൽ പോലും അത് ചില ദിവസം ആ ഓപ്പൺ വണ്ടിയിൽ നമ്മള് ഇപ്പൊ ഒരു ദിവസം ഞാൻ 17 മണിക്കൂറോളം ഓപ്പൺ വണ്ടിയിൽ നിൽക്കേണ്ടി വന്നു. 16-17 മണിക്കൂറോളം. അപ്പോ ഓപ്പൺ വണ്ടിയിലാകുമ്പോ ഭയങ്കര ചൂടുണ്ടാവും. പകൽ സമയത്ത് നല്ല ചൂടായിരിക്കും. അതിപ്പോ നിവൃത്തില്ലല്ലോ. ഇലക്ഷനാകുമ്പോ നമുക്ക് അത് അതിന്റെ ഭാഗമാണല്ലോ.
ഇലക്ഷനിൽ ചൂടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും, അത് സ്വാഭാവികമാണ്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, അത് അതിജീവിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ മാർഗമില്ല. എന്താ ഞാൻ ആ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ആ കാറ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വേറെ ആരോട് ചോദിച്ചോട്ടെ, ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ വീടൊക്കെ കാണിച്ചു. ഇപ്പൊ എന്തായാലും ഇത്രയും നാൾ MLA ആയിരുന്ന ആളാണ്, മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. നമുക്ക് വീടൊക്കെ ഒന്ന് പുതുക്കി പണിത് ഒരു ഗംഭീരാക്കണ്ടേ? അതിപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാത്തതെന്ന് വെച്ചാല്, ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് വലിയൊരു അത്യാവശ്യം പൈസ ഇല്ലാണ്ട് വീട് പണിയാൻ പറ്റില്ല. അപ്പോ എനിക്കങ്ങനെ ഇപ്പൊ ഉള്ള വീട് വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നല്ലാതെ പുതിയൊരു വീടിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. ആലോചിക്കാവുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് ഉള്ള വീട്ടിൽ എനിക്ക് വളരെ സംതൃപ്തനാണ്. അസൗകര്യങ്ങളുണ്ട്. ഞങ്ങള് കൂട്ടുകുടുംബം, ഒരുപാട് പ്രവർത്തകരൊക്കെ വരുന്നതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അല്ല, ഞങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവരും താമസിക്കുന്ന വീട്ടിൽ കൂട്ടുകുടുംബമാണ്. ഞങ്ങളനിയന്മാരും എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന വീടാവുമ്പോ ഉണ്ടാവുന്ന അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നമല്ല, അതൊരു ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾ ഇതിനേക്കാൾ ചെറിയ വീട്ടിൽ താമസിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ആ വീടൊന്നും എനിക്കൊരു അസൗകര്യമായിട്ട് തോന്നിയിട്ടില്ല, ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മുടെ വീടിനൊരു ഏത് വീടാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് നമ്മുടെ വീടാണല്ലോ ഏറ്റവും സന്തോഷം തരുന്നത്. അപ്പൊ അതുകൊണ്ട് വീടിന്റെ വലിപ്പുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതൊന്നും ഒരു വിഷയമല്ല, ഒരിക്കലല്ല. മാത്രമല്ല ഈ വീട് പണിയപ്പോ ആലോചിച്ചിട്ടില്ല, എന്തായാലും ആലോചിച്ചില്ല. ഓക്കെ, അപ്പോ ഇനി ഡൽഹിക്കുള്ള ടിക്കറ്റ് എന്താ മനസ്സിൽ ഉറപ്പിച്ചോ? ടിക്കറ്റ് എടുക്കുന്ന പ്ലാൻ ഇട്ടോ? ടിക്കറ്റ് എടുക്കാൻ അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളെ. എനിക്ക് വലിയ വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ജയിക്കും ഇടതുപക്ഷ മുന്നണി ഇത്തവണ എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം ജനങ്ങള് ഇത്തവണ ചിന്തിക്കുന്നത് തൃശ്ശൂരിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിലെനിക്ക് നല്ല വിശ്വാസം. ഇത്തവണ ഈ പല സ്വീകരണ പരിപാടികളും മറ്റും ഒക്കെ പോയി ജനങ്ങളെ കണ്ട് അവരുമായിട്ടുണ്ടായിട്ട് ഇന്ററാക്ഷനിൽ എനിക്ക് നന്നായിട്ടൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ വന്ന ഒരു മണ്ഡലം ഇതായിരുന്നല്ലോ. അപ്പോ ഈ പറയുന്ന പോലെ ഇപ്പോ NDA ആണെങ്കിൽ നരേന്ദ്രമോദിയെ നേരിട്ട് ഇറക്കുന്നു. അപ്പൊ അവിടെ തന്നെ ഒരു പോരാട്ടത്തിന് അവർ ശ്രമിക്കുന്നു എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ സുനിലേട്ടന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ UDF ആണെങ്കിൽ K മുരളീധരൻ എന്ന അവരുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഒരാളെ കളത്തിൽ ഇറക്കുന്നു. അങ്ങനെ ഒരു ത്രികോണ മത്സരം എന്ന് കൃത്യമായി വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മത്സരം കേരളത്തിലുള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ ഈ തൃശ്ശൂരിൽ ഇപ്പൊ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി പിന്നിൽ പോയി. ഇപ്പൊ TN പ്രതാപൻ ജയിച്ചു, അത് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം മുൻനിർത്തി കാണുമ്പോൾ ഇക്കുറി എന്തുകൊണ്ട് മണ്ഡലം മാറി ചിന്തിക്കണം? അല്ല, കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്താണ്, BJP 3ാം സ്ഥാനത്താണ്. അത് ഇത്തവണ അതിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ഇത്തവണ LDF 1ാം സ്ഥാനത്ത് വരും. 2019 സിറ്റുവേഷനൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അന്ന് UDFന് വലിയൊരു പിന്നെ വിജയസാധ്യത വളർന്നു വരാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നല്ല, രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം, പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവർ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് പോകാൻ പോകുന്നു. അപ്പോ മാത്രമല്ല, ഈ പാർലമെന്റ് ഒരു ഏറ്റവും വലിയ കക്ഷി ആരാണ് അവർക്കായിരിക്കും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ BJPയേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കിട്ടിയാലേ ഒരൊറ്റ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകരം ഇവിടെ LDF ജയിക്കുകയാണെങ്കിൽ LDF എന്തായാലും അവിടെ ചെന്നാല്, അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യ മുന്നണി അല്ല അന്നത്തെ കാലത്താണെങ്കിലും BJPക്ക് എതിരായിട്ടുള്ളൊരു മുന്നണിയിൽ ഭാഗമാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒറ്റക്കക്ഷി എന്ന നിലയിൽ വരുമ്പോ അത് കോൺഗ്രസ് വന്നാലേ അവർക്ക് ഒരു മന്ത്രിസഭ രൂപീകരണത് ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ചർച്ച അന്ന് ഇവിടെ കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് 19 സീറ്റിലും അവർ ജയിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായത്. അല്ലാതെ അത് കോൺഗ്രസിനോടുള്ള ഒരു വലിയ ആഭിമുഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതല്ല. പിന്നെ അന്ന് ശബരിമല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ചേർത്ത് കോൺഗ്രസ് അനുകൂലമായിട്ടൊരു സാഹചര്യം അന്ന് ഉയർന്നു വന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ നോക്കുമ്പോൾ അതില് ഈ കോൺഗ്രസിന് ഒരിക്കലും ഒറ്റകക്ഷി എന്ന നിലയിലൊന്നും വരാനൊന്നും പറ്റുന്ന സാഹചര്യം അല്ല. എന്നാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു വലിയൊരു പൊസിഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു സാന്നിധ്യമാണ് അവിടെ കൂടുതൽ പ്രസക്തമായിട്ടുള്ളതെന്നും അത് പ്രത്യേകിച്ച് മതേതര ശക്തികൾക്ക് ഇടതുപക്ഷ
മുന്നണി എടുക്കുന്ന വളരെ ശക്തമായിട്ടുള്ള അടിയുറച്ച നിലപാടുകൾ ജനങ്ങൾ വലിയ തോതിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ പൌരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അവർ മൗനം പാലിച്ചു. അപ്പൊ അത് കോൺഗ്രസിന്റെ ഒരു മൃദു ഹിന്ദു സമീപനത്തിന്റെ ഭാഗമാണ്. അവർക്ക് BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അവർക്ക് ഭയമാണ്. അതായത് BJP ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിട്ട് എതിർത്താൽ അവർക്ക് അതിനുള്ളൊരു ശേഷി, ഒരു എന്താണ് പറയുക, ഒരു പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷൻ എന്ന് പറയില്ലേ, ഒരു ഇച്ഛാശക്തി അവർക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണ് CAA അവർ വിട്ടുകളഞ്ഞിരിക്കുന്നത്. അതിപ്പോ ഇവിടെ വയനാട്ടില് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ ലീഗിന്റെ കൊടി അടക്കം എല്ലാം ഒഴിവാക്കി. എന്തിനാണ് അങ്ങനെ നാടകം കളിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ഇത് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ പിന്നെ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ അത് പാകിസ്ഥാൻ കൊടിയാണെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അവർക്കൊരു പിന്നെ അവരെ കെണിയിൽ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ഈ കാര്യം ഇന്നലെ UDF സ്ഥാനാർത്ഥിയോട് ചോദിച്ചിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രചാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഉത്തരേന്ത്യയിൽ പോയി അത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണം, അതുകൊണ്ട് ഒഴിവാക്കിയത് മാത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വയനാട്ടിൽ മാത്രമല്ലല്ലോ അതുള്ളത്. ഇപ്പൊ നമ്മൾ വിഷ്വൽ മീഡിയകൾക്കും സോഷ്യൽ മീഡിയകൾക്കും വയനാട്ടിലെ പടം മാത്രമല്ല എടുക്കാൻ പറ്റും. മലപ്പുറത്തിന് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇഷ്ടംമാതിരി സ്ഥലത്ത് കോൺഗ്രസും ലീഗ് ഒരുമിച്ച് കൊടി പിടിച്ചു പോകുന്ന പടങ്ങളും ജാഥകളും റെക്കോർഡ് ചെയ്തിട്ട് നാട്ടിൽ വടക്കേതിൽ പ്രചരിപ്പിക്കാലോ. അപ്പൊ അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അത് അവരുടെ ദൗർബല്യമാണ്. ഈ വർഗീയതയെ, പ്രത്യേകിച്ച് RSS ഉയർത്തുന്ന ഹിന്ദുത്വ വർഗീയതയെ, അതിനെ എതിർക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല. നേരിട്ട് എതിർക്കാൻ അവർക്ക് സാധിക്കില്ല. അവർ പലപ്പോഴും അവരനുവർത്തിച്ചു വരുന്ന നയത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫൈറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്തതിന്റെ ഒരു ബോധ്യം ഇവിടുത്തെ പിന്നെ മതേതര വിശ്വാസികൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഇവിടെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോ CAA എന്ന് പറയുന്ന പരിപാടിയെ പറ്റി ഇവർ മൗനം അവലംബിച്ചെങ്കിൽ ഇടതുപക്ഷം പറഞ്ഞെന്താ? ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്നത് അതിവിടെ നടപ്പാക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവർ പറഞ്ഞെന്താ? പിന്നെ ഒരു പാർലമെന്റ് പാസ്സാക്കിയ നിയമം എങ്ങനെ നടപ്പാക്കാതിരിക്കാൻ കഴിയുക എന്നുള്ളതിനെ പറ്റിയാണ് BJPക്ക് സംശയം. BJPയുടെ അതേ സംശയം കോൺഗ്രസ് ഉയർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പിന്നെ കോൺഗ്രസും സംബന്ധിച്ച് നമുക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോ ഇപ്പോ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നേർക്കുനേർ BJPയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് പോലും കോൺഗ്രസ് ഒരു ചാഞ്ചാടി കളിക്കുന്ന സമീപനം എടുക്കുന്നത് അവരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പിന്നെ എന്തുകൊണ്ട് BJP LDFന് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ LDFനല്ലാതെ പിന്നെ ആർക്കാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുക? ഒരു കാര്യം, ഇപ്പോൾ BJP എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്? എന്താണ് BJP ചെയ്ത നേട്ടം എന്താണ്? ഇപ്പോ BJP കറപ്റ്റ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇലക്ട്രൽ ബോണ്ടോട് കൂടിയിട്ട് അവരുടെ മുഖം മൂടി കഴിഞ്ഞു പോണില്ലേ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അവർക്കെതിരെ ഏതെങ്കിലും ഒരു കമ്പനിക്കെതിരെ ഈ പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു, അവർ ബോണ്ട് വാങ്ങി BJPക്ക് കൊടുക്കുന്നു, ആ കമ്പനിക്കെതിരെ കേസ് പോകുന്നു. ഇപ്പുറത്താണെങ്കിൽ BJPയുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ED വരുന്നു, അവർ ഒന്നുകിൽ BJPയിലേക്ക് ചേരുന്നു, അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ED ഒഴിവാകുന്നു. ഈ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ പൊളിറ്റിക്സ് ആണ് BJP ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വോട്ടർമാർക്ക് പല ഗ്യാരണ്ടി കൊടുക്കുന്നു. എന്ത് ഗ്യാരണ്ടി കൊടുക്കുന്നത്? നരേന്ദ്രമോദി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മളൊക്കെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യം എന്താ? 400 സീറ്റ് BJPക്ക് കിട്ടും. അത് ഡബിൾ ഡിജിറ്റ് സീറ്റ് കിട്ടാൻ പോകുന്നത് കേരളത്തിലായിരിക്കുന്നതാണ്. അപ്പോ ആ ഒറ്റ വർത്തമാനത്തോടു കൂടി അദ്ദേഹത്തിന് 400 സീറ്റ് എന്നുള്ള വാദം പൊളിഞ്ഞല്ലോ. കാരണം 390 സീറ്റ് വേണമല്ലോ. 390 സീറ്റ് കേരളത്തിന് പുറത്ത് കിട്ടും, 10 സീറ്റ് ഇവിടുന്നാണല്ലോ. അപ്പം മലയാളികൾക്ക് കാര്യം മനസ്സിലായി. കാരണം 10 സീറ്റ് ഇതുപോലെ തന്നെയാണല്ലോ എല്ലാവരും പോയി പറയുന്നത്. ഇപ്പോ വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് രാഹുൽ അദ്ദേഹം പറയുന്നുണ്ടാവും, ഞങ്ങൾ കേരളത്തിൽ നിന്ന് 10 സീറ്റ് പിടിക്കുന്നൊക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും 400 സീറ്റ് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തവണ BJPക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ കഴിഞ്ഞ വർഷം നേടിയെടുത്ത പോലെ നേട്ടത്തിലേക്കൊന്നും എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോ ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഇപ്പോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സംഭവം,
ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഇതുവരെ കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കേസിൽ കുടുക്കി ഒരു മുഖ്യമന്ത്രിയെ, രാഷ്ട്രീയ ശത്രുവിനെ വരുതിയിലാക്കി. ഇന്ത്യ മുന്നണിയിലുണ്ടായ നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ സമ്മർദ്ദം അപ്പുറത്ത് ചെലുത്തി കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തരത്തിലും നമ്മൾ കാണിക്കാത്ത രീതി, നമ്മൾ കണ്ടും കേട്ടും പരിചയമില്ലാത്ത, ജനാധിപത്യത്തിനൊട്ടും ശീലമല്ലാത്ത, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവര് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും കേരളീയ ജനത BJP സംബന്ധിച്ച് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. ഇടതുപക്ഷം ഇക്കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളും പിന്നെ കഥകളും കെട്ടിച്ചമച്ച പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളൊക്കെ പത്രമാധ്യമങ്ങള് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ഒരിടമുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല കേരളത്തിൽ. ഞാൻ ഈ യാത്ര ചെയ്തതിനിടയിൽ തോന്നിയാണ്, ഇന്നലെ ഞങ്ങൾ ഈ വഴിയൊക്കെ പോയപ്പോൾ ഞാൻ എന്റെ ക്യാമറമാൻ ധനേഷോട് ചോദിച്ചു. അപ്പോൾ സുനിലേട്ടൻ കൃഷി മിനിസ്റ്റർ ആയ സമയത്ത് കൃഷി വ്യാപകമാക്കിയിരുന്നു, അപ്പോൾ വളരെ സജീവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കൃഷിമന്ത്രി ആയിരുന്ന ഒരു കാലഘട്ടം മാത്രമല്ല, നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ ഇന്നലെ ആളോട് സംസാരിച്ചപ്പോഴൊക്കെ അവർക്കെപ്പോഴും ഈ സുനിലേട്ടൻ എന്നുള്ളൊരു പ്രോക്സിമിറ്റി ഉണ്ട്. അത് എങ്ങനെയാ ഈ വർഷം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വയമേ ആർജിച്ചെടുത്തതാണോ? അല്ല, ഞാൻ തൃശ്ശൂർ ടൗണിൽ നമ്മളിപ്പോ ഇന്ന് ഈ MLA-ന് ശേഷം വന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല. ഞാനൊക്കെ 85-ൽ തൃശ്ശൂർ കേരള കോളേജില് പഠിക്കുന്ന കാലം മുതൽ തന്നെ തൃശ്ശൂർ ടൗണിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ ആക്റ്റീവാണ്. അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും പിന്നെ പൊതുരംഗത്തുള്ളവരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഞാൻ MLA ആവുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഉത്സവങ്ങളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്. പിന്നെ ചേർപ്പ് MLA ആയി കഴിഞ്ഞ സമയത്തും ഒക്കെ ഈ തൃശ്ശൂർ പൂര കമ്മിറ്റിക്കാരായിട്ടും എല്ലാവരായിട്ടും വളരെ അടുത്ത ബന്ധവും എല്ലാ പൂരങ്ങൾക്കും ഒക്കെ ഞാൻ പോവുകയും, അത് നമ്മുടെ ഒരു ശീലത്തിന്റെ ഭാഗമാണ്. തൃശ്ശൂർക്കാർക്കൊക്കെ ഉള്ള ശീലമാണത്, എനിക്ക് മാത്രമുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളായിട്ടും അടുത്ത ബന്ധം, സ്നേഹം, സൗഹൃദം, ഇതൊക്കെ അത് രാഷ്ട്രീയമൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതിപ്പോ BJP-യിലുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ. BJP-യിലുള്ളവരൊക്കെ വളരെ സൗഹാർദ്ദത്തിലാണ്. അതുപോലെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് സൗഹാർദ്ദത്തിന്, നമുക്ക് രാഷ്ട്രീയത്തിന്റെ വേലിക്കെട്ടുകളൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ടും നമുക്ക് സ്നേഹവും ബന്ധങ്ങളും ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ഉള്ളൊരു അടുപ്പുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ജനങ്ങളിൽ ഇത് മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് താല്പര്യം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴേ നമുക്കൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് എനിക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഹൈഫൈ ഒരു രാഷ്ട്രീയമല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള, നമുക്ക് മന്ത്രിയായിരിക്കുമ്പോഴും മന്ത്രി എന്ന് പറയുന്ന പദവി നമുക്ക് 5 കൊല്ലം കഴിഞ്ഞ പോകുന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനൊന്നും ഒരു പ്രയാസം എനിക്കുണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് എന്റെ അടുത്ത് വരാനും ഒരു പ്രയാസമില്ല. അവർക്ക് എപ്പോ വേണമെങ്കിലും വരാം എന്നൊരു തോന്നല്. ഫോൺ എടുക്കും. അല്ല, അതിലൊന്നും പ്രശ്നമുള്ള കാര്യമില്ലല്ലോ. എന്നെ ഫോൺ വിളിച്ച് ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നീട് തിരിച്ചു വിളിക്കും. അങ്ങനെ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഈ തിരക്കുകൾ, ഫോൺ കോളുകളൊക്കെയാണ്. എപ്പോൾ വിളിച്ചാലും മലപ്പുറത്ത് VS സുനിൽകുമാർ ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലേ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തിരികെ കോൾ വരും എന്നുള്ളത് എന്റെ കൂടെ അനുഭവമാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാണ്. ഈ അരുണാചൽ പ്രദേശിൽ വലിയ വാർത്ത ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവിടെ ഒരു ദമ്പതിമാരും കൂട്ടുകാരിയും അവിടെ ഒരു മരണപ്പെട്ട സംഭവം. അപ്പൊ ഈ മൂവരും ദുഃഖവെള്ളിയാഴ്ച ലക്ഷ്യമിട്ടായിരുന്നു ആ മരണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഒരു ലഭ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഈ ബ്ലാക്ക് മാജിക്കിനും സാത്താൻ സേവയ്ക്കൊക്കെ അപ്പുറം അന്യഗ്രഹ ജീവികളിലും ഇവർ വിശ്വസിച്ചിരുന്നു എന്നതും ഒരു വലിയ സംഘം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു ഒക്കെ പറയുന്നു. സുലേട്ട, ഈ അരുണാചൽ പ്രദേശിലുണ്ടായ സംഭവത്തെ പറ്റി കേട്ടിരുന്നല്ലോ? ഞാൻ ഇന്നലെ പത്രത്തിൽ ഇപ്പൊ TV-യിൽ കണ്ടു ഈ ആളുകള് ഈ ബ്ലാക്ക് മാജിക്കിനെ സംബന്ധിച്ചും. പിന്നെ അത് ആളുകൾ ഈ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റിലൊക്കെ ഒരു വലിയൊരു സ്വപ്ന ലോകത്തേക്ക് ആൾക്കാർ പോവുകയും അത് ശരിയാണെന്ന് വിചാരിച്ച് അതിന്റെ ഭാഗമായിട്ട് മാറി ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോ ഈ എന്താണ് ബ്ലൂ വെയിൽ എന്നൊക്കെ പറഞ്ഞ എന്താണ് ഗെയിമില് പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ. അതുപോലെ ഇപ്പൊ ഈ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് നമ്മൾ നിഗൂഢമായിട്ടുള്ള ഒരു ലോകം ഈ ഇന്റർനെറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ട്. ആ ലോകത്തിൽ നിന്ന് പെടുന്ന പാവപ്പെട്ട മനുഷ്യര് അവർക്ക് അവരുടെ സ്ഥലകാല
വിഭ്രം എന്നൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നതാണോ എന്നുള്ളതൊക്കെ ഇതൊക്കെ ഒരു വളരെ പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഹൈപ്പ് ഇങ്ങനെ വരുന്ന ഘട്ടത്തില് ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ മാനസികമായി നമ്മളൊക്കെ ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു, അതിന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും അല്ലതൊന്നും ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ വരുന്നുണ്ട്. എന്റെ ഡീറ്റെയിൽസിലേക്ക് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഈ പത്രം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനും സമയം കിട്ടുന്നില്ല. അപ്പം നമ്മള് വർക്കിലായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പത്രം എടുത്ത് നോക്കൂല, വായിച്ചതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും അത് ഏറ്റവും ദുഃഖകരം. അത് വളരെ വിദ്യാഭ്യാസമുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു ആ ദമ്പതിമാർ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും സങ്കടം. അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് അത് പ്രദീപ് സി നെടുമൺ തയ്യാറാക്കിയതാണ്. അത് കണ്ട ശേഷം മടങ്ങിയെത്താം. വി എസ് സുനിൽകുമാർ തുടരും നമ്മോടൊപ്പം. മലയാളി ദമ്പതിമാരും അധ്യാപികയായ സുഹൃത്തും മരിച്ചതിലെ ദുരൂഹതകൾ അനുദിനം ഏറുകയാണ്. അന്വേഷണ സംഘത്തെയാകെ കുഴയ്ക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ദുർമന്ത്രവാദത്തിലും മരണാനന്തര ജീവിതത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ഇവർ ലക്ഷ്യമിട്ടത് ദുഃഖവെള്ളിയാഴ്ച മരിക്കാനായിരുന്നു. അത്തരമൊരു സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ദുഃഖവെള്ളിക്ക് 2 ദിവസം മുമ്പ്, അതായത് മാർച്ച് 27-നാണ് ഇവർ അരുണാചലിലേക്ക് പോയത്. മാർച്ച് 28-ന് ബ്ലൂ പൈൻ ഹോട്ടലിൽ 305 നമ്പർ മുറിയെടുത്തു. ഏപ്രിൽ 2 ചൊവ്വാഴ്ചയാണ് മുറിയിൽ മൂവരും മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 31-ാം തീയതി വരെ ഇവർ പുറത്തു പോയിട്ടുള്ളതായാണ് ഹോട്ടൽ ജീവനക്കാർ അരുണാചൽ പോലീസിന് നൽകിയ മൊഴി. രാവിലെ ഭക്ഷണം കഴിച്ച ശേഷമാണ് എല്ലാ ദിവസവും പുറത്തു പോയിരുന്നത്. എന്നാൽ 1-ാം തീയതി ഇവരെ കണ്ടില്ല. വൈകിട്ട് വിളിച്ചു നോക്കിയിട്ടും ആരും വാതിൽ തുറന്നില്ല. 2-ാം തീയതി രാവിലെ വാതിൽ ശക്തിയായി തള്ളി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ മൊഴികളുടെ വിശ്വാസ്യതയടക്കം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. നവീൻ മാത്രമാണ് തിരിച്ചറിയൽ രേഖ ഹോട്ടലിൽ നൽകിയിരുന്നത്. മറ്റുള്ളവർ പിന്നീട് നൽകുമെന്ന് അറിയിക്കുകയായിരുന്നു. അരുണാചലിലെ സീറോ എന്ന സ്ഥലത്ത് തന്നെ പോയി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്നും പോലീസ് അന്വേഷിക്കുന്നു. ഈ സ്ഥലത്ത് വെച്ച് പ്രത്യേക രീതിയിൽ മരണം വരിച്ചാൽ മറ്റൊരു ഗ്രഹത്തിൽ പുനർജന്മം കിട്ടുമെന്നുള്ള വിശ്വാസമാണ് ഇതിന് കാരണമെന്നാണ് പോലീസിന്റെ ഒടുവിലത്തെ നിഗമനം. നവീനും ദേവിയും മുൻപ് ഒരു തവണ അരുണാചലിൽ പോയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സീറോയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ചും ഇവിടെ ഇത്തരം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നും പോലീസ് അന്വേഷിക്കും. സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. വിചിത്രമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയിരുന്നതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയതോടെ അന്വേഷണ സംഘം തന്നെ അമ്പരപ്പിലാണ്. ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന വിശ്വാസങ്ങളാണ് മൂവരും വച്ചു പുലർത്തിയിരുന്നത്. ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചുവെന്ന് ശാസ്ത്രം തെളിയിച്ച ദിനോസറുകൾ ഇപ്പോഴും അന്യഗ്രഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും ആൻഡ്രോമിഡ എന്ന ഗാലക്സിയിലെ ഗ്രഹത്തിൽ മനുഷ്യവാസമുണ്ടെന്നുമൊക്കെയാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. അന്യഗ്രഹ ജീവിയായ മിതി എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രം ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൻ്റെ വിവരങ്ങളും ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടി. ഇത് അയച്ച മെയിൽ ID പക്ഷേ നിവിൻ്റെ അല്ല, മറ്റൊരു പ്രോക്സി സെർവർ വഴിയാണ് മെയിലുകൾ അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു ID-യിൽ നിവിൻ തന്നെയാകാം ആര്യയ്ക്ക് ഈ മെയിലുകൾ അയച്ചത്. അല്ലെങ്കിൽ ഈ 3 പേരല്ലാതെ മറ്റൊരു 4-ാമൻ ഉണ്ടാകാം. ഈ വിശ്വാസം വച്ചു പുലർത്തുന്ന ഒരു സംഘം തന്നെ ഉണ്ടായിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നു. വിചിത്രമായ കോഡ് ഭാഷയിലാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഇത്തരം കോഡ് ഭാഷ ഉപയോഗിക്കാൻ കാരണം രഹസ്യമായി പ്രവർത്തിക്കുന്ന വിശ്വാസ സംഘം ആണോ എന്നാണ് സംശയം. ബ്ലാക്ക് മാജിക്, സാത്താൻ സേവാ സാധ്യതകൾക്കുമപ്പുറം വിദ്യാസമ്പന്നരെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്നതാണ് അന്യഗ്രഹ ജീവികളും മറ്റുമുണ്ടെന്ന പ്രചാരണമെന്ന് പോലീസ് കരുതുന്നു. എന്തായാലും ഇത്രയും നാൾ നേരിട്ട കേസുകൾക്കും അപ്പുറം വലിയ വെല്ലുവിളിയാണ് അന്വേഷണ സംഘം നേരിടുന്നത്. എന്തായാലും ഞെട്ടിക്കുന്നതാണ് കാര്യങ്ങൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നതെന്നുള്ളത്. എന്തായാലും ഞാൻ തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനൊപ്പമാണുള്ളത്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് തുടരുകയും ചെയ്യാം. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. നമ്മൾ നേരെ തിരുവമ്പാടി ഭാഗത്തേക്കൊക്കെ പോവുകയാണ്. അവിടെ ഇന്ന് പൂരത്തിന്റെ നാളുകളാണല്ലോ വരാൻ പോകുന്നത്. തൃശ്ശൂരിന് ആ ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ നാളുകളാണ്, അതിന്റെ കാൽനാട്ടിലാണ് തിരുവമ്പാടിയുടേത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നു. എന്നാലും രാവിലെ തിരക്കിലാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയതാണ് തൃശ്ശൂരിൽ. ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ്, അതിനുശേഷം മടങ്ങിയെത്തും. അപ്പോൾ ആ സമയത്ത് നമ്മൾക്കും ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാൻ മോർണിംഗ് വൈബ്സ്. അതെ, 고분원들의 마참 കൂവ മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. മോർണിംഗ് വൈബ്സ് രാവിലെ വി എസ് സുനിൽകുമാറിനൊപ്പമായിരുന്നു. അപ്പോൾ ഇത്
തൃശ്ശൂർ CPI DC ആണ്. അപ്പോൾ ഇവിടുത്തെ ഓഫീസിലേക്ക് വന്നതാണ് VS സുനിൽകുമാർ രാവിലെ ചെറിയൊരു സംസാരത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നേരെ പൂരനഗരിയിലേക്ക്, അവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടിയുടെ കാൽനാട്ടലാണ്, അതിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം മറ്റ് പൊതുപരിപാടികൾ, പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് നീങ്ങും. എന്താണെങ്കിലും തൃശ്ശൂരിൽ ഒരു ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ത്രികോണ മത്സരം ശക്തമാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ മകൻ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇനിയും അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിനിടയിൽ ഒന്ന് വേറൊരു വാർത്തയിലേക്ക് പോയി വരാമെന്ന് തോന്നുന്നു. അദ്ദേഹം മടങ്ങിയെത്തുന്ന സമയത്തേക്ക് ഈ ഗാസയിലെ ഇസ്രായേലിലെ യുദ്ധം അത് 6 മാസം പിന്നിട്ടല്ലോ. അപ്പോൾ ആ ലോകം മറ്റൊരു യുദ്ധഭീതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം സിറിയൻ തലസ്ഥാന പട്ടണമായിട്ടുള്ള ഡമാസ്കസിൽ ഒരു ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിന്റെ പ്രത്യാക്രമണമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന സൂചനകളാണ് ശക്തമാകുന്നത്. ഏറെക്കാലമായി സംഘർഷപാതയിലാണ് ഇറാനും ഇസ്രായേലും എന്നതും ഈ യുദ്ധസാധ്യത അത് ശക്തമാക്കുന്നുണ്ടെന്നാണെങ്കിലും ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുകയാണ് അത്തരം റിപ്പോർട്ടുകളിലേക്ക്, വാർത്തയിലേക്ക്. അത് കണ്ട ശേഷം മടങ്ങിയെത്താൻ വീണ്ടും തൃശ്ശൂരിലേക്ക്. ഗാസയിലെ ഇസ്രയേലി യുദ്ധം ഇങ്ങനെ തുടരുകയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ 6 മാസം പിന്നിടും ഹമാസിനെ തകർക്കാൻ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിന്. ഗാസയുടെ ഏതാണ്ട് ഏറിയ പങ്കും ഇസ്രയേലി ആക്രമണത്തിൽ തച്ചു തകർന്നു. 40,000-ഓളം പേർ മരിച്ചു വീണു. ഇതിലേറെയും കുഞ്ഞുങ്ങളും സ്ത്രീകളും. ഭക്ഷണമോ വെള്ളമോ മരുന്നോ കിട്ടാതെ ഗാസ നിവാസികൾ യുദ്ധത്തിന്റെ കൊടും കെടുതികൾ ഓരോ ദിവസവും അനുഭവിക്കുന്നു. കിടക്കാനിടമില്ലാതെ, പരിക്കേറ്റാൽ ഒന്ന് മരുന്ന് വെച്ച് കെട്ടാനാകാതെ കെടുതിയുടെ അങ്ങേയറ്റത്താണ്. എന്ന് തീരും ഈ യുദ്ധമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഗാസ ശരിക്കും ഒരു ശ്മശാനമായി മാറിയിട്ടും ഇസ്രായേലിന് യുദ്ധക്കൊതി തീരുന്നില്ലെന്നതാണ് പലസ്തീൻ ആരോപിക്കുന്നത്. ഇസ്രായേൽ മനഃപൂർവ്വം യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നെന്ന് ഹമാസും കുറ്റപ്പെടുത്തുന്നു. ഏറ്റവും ഭയാനകമായ കാര്യം, ഗാസയിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ വിവിധ തരം രോഗങ്ങളാലും പോഷകക്കുറവിനാലും മരിച്ചു വീഴുന്നു എന്നതാണ്. ഇതെല്ലാം 6 മാസം പിന്നിടുന്ന യുദ്ധഭൂമിയിലെ കരളലിയിക്കുന്ന ഓരോ കാഴ്ചകൾ മാത്രം. ഗാസയിലെ ദുരിതഭൂമിക്കപ്പുറം ലോകം വലിയൊരു ആശങ്കയുടെ മുനമ്പിലേക്ക് നീങ്ങുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മറ്റൊരു യുദ്ധം ആസന്നമാണ്. അത് ഇന്നേ വരെ കണ്ടതിൽ വച്ച് ഏറ്റവും മാരകമായേക്കാമെന്ന വിലയിരുത്തലുകളാണ് ലോകത്തിനാകെയുള്ളത്. ഇസ്രായേലിനെ ഏത് നിമിഷവും ഇറാൻ ആക്രമിച്ചേക്കാമെന്ന അതിഭയാനകമായ ഭീതിയുടെ വക്കത്താണ് മധ്യേഷ്യ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ തന്നെയാണ് അതിന് മരുന്നിട്ടത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് സമീപം നടത്തിയ ബോംബാക്രമണം. ഡമാസ്കസ് നഗരത്തിന് മുകളിലേക്ക് ഇരച്ചെത്തിയ ഇസ്രയേലി ബോംബറുകൾ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ 7 സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടെന്നാണ് വാദം. ഇറാൻ എംബസിയുടെ പ്രധാന കെട്ടിടത്തിന് സമീപത്ത് ഡിപ്ലോമാറ്റിക് കോമ്പൗണ്ടിലാണ് ബോംബുകൾ പതിച്ചത്. ഇവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. എംബസി കെട്ടിടങ്ങൾക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിച്ചാമ്പലായി. ഇറാന്റെ പാരാമിലിറ്ററി വിഭാഗവും വിദേശത്ത് വിന്യസിക്കുന്ന സംഘവുമായ ഖുദ്സ് സേനയുടെ മുതിർന്ന കമാൻഡർ മുഹമ്മദ് റീസ സഹേദിയുടെ മരണവും ഇറാൻ സ്ഥിരീകരിച്ചതോടെയാണ് കാര്യങ്ങൾ കരുതിയതിനും അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങിയത്. ഹമാസിനെ വകവരുത്താനെന്ന പേരിൽ ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ലോകം ഭയക്കുന്ന കാര്യമാണ് ഇറാൻ ഇസ്രായേലിന് മേൽ ആക്രമണം നടത്താനുള്ള സാധ്യത. അതിനുള്ള പ്രകോപനമെല്ലാം ഇസ്രായേൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും രൂക്ഷമായ യുദ്ധത്തിലേക്ക് വഴി തുറക്കുന്ന ആക്രമണം ആദ്യമാണെന്ന് മാത്രം. സിറിയയിലെയും ലബനോണിലെയും കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്കുണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ഇസ്രായേൽ തുടക്കം മുതലേ ആരോപിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയേറെയാണ് താനും. കാരണം ഹിസ്ബുള്ളയും സിറിയയിലെ ഇറാനിയൻ പക്ഷ സൈന്യവും എല്ലാ കാലത്തും ഇസ്രയേലി വിരുദ്ധരാണ്. ഇസ്രയേലുമായി എന്നും പോരാടുന്നവരാണ്. ഇസ്രായേലിലേക്ക് സിറിയയിൽ നിന്നും ലബനോണിൽ നിന്നുമുള്ള ആക്രമണങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് സിറിയൻ പ്രസിഡന്റായ ബാഷർ അൽ അസദ് നൽകുന്നതും. ഇറാനും ഇസ്രയേലും എന്നും ശത്രുപക്ഷത്താണ്. ഇറാനെ സംബന്ധിച്ച് പാശ്ചാത്യ ലോകമെന്ന് പറയുന്നത് ഒരിക്കലും സന്ധി ചെയ്യാത്ത ശത്രുക്കളാണ്. ഇസ്രായേലിന് തിരിച്ച് ഇറാനോടും അങ്ങനെ തന്നെ. ഇറാനെ എതിർക്കുന്ന എല്ലാ പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയും എല്ലാ കാലത്തും ഇസ്രായേലിന് തന്നെയാണ്. 2011 സിറിയയിൽ ആഭ്യന്തര യുദ്ധം കലശലായതു മുതൽ ഇറാൻ സൈന്യത്തിന്റെ ശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്.
ഇക്കാലത്തെല്ലാം ഇസ്രയേൽ പലവട്ടം സിറിയയിലേക്ക് ആക്രമണം നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും ഇറാനും ഇസ്രയേലും തമ്മിൽ നേർക്കുനേരുള്ള യുദ്ധത്തിന് വഴിവെച്ചിരുന്നില്ല ഇത്ര കാലവും. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. ഇറാൻ അത്രമേൽ പ്രകോപനത്തിലാണ്. സിറിയയിൽ ഇറാന്റെ അതിശൈത്യമുള്ള മേഖലയാണ് ഇസ്രയേൽ മുൻപിൻ നോക്കാതെ ബോംബിട്ടത്. ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക പ്രമുഖന്മാരും ഉപദേഷ്ടാക്കളും കൊല്ലപ്പെട്ടു. പിന്നാലെയും തുടരെ ചെറിയതെങ്കിലും ആക്രമണങ്ങൾ ഇസ്രായേൽ തുടർന്നതും വലിയ പ്രശ്നമാണ്. 2020 ജനുവരിയിൽ ഇറാഖിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡർ മേജർ ജനറൽ ഖ്വാസം സുലൈമാനി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്നാണ് വിലയിരുത്തൽ. ഒരാഴ്ച മുമ്പ് സിറിയൻ പട്ടണമായ അലെപ്പോയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ സൈനികരടക്കം 40 പേരാണ് കൊല്ലപ്പെട്ടത്. ആയുധ ഡിപ്പോയായിരുന്നു അന്ന് ഇസ്രായേലിന്റെ ലക്ഷ്യം. ആക്രമണത്തിന്റെ ഫലമായി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി. ഇനി ഒരാക്രമണം കൂടി ഇസ്രായേൽ നടത്തിയാൽ ഇതായിരിക്കില്ല ഫലമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെയാണ് ലോകം മറ്റൊരു യുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ ഇറാൻ വലിയ സമ്മർദ്ദത്തിലാണ്. ഇസ്രായേൽ സിറിയയിലെ എംബസിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടും മിണ്ടാതിരിക്കുന്നതിൽ ഇറാൻ ജനതയ്ക്ക് കടുത്ത അമർഷമുണ്ട്. ഗാസയിൽ നിലവിൽ ഒരു യുദ്ധം നടക്കുന്നതിനാൽ ഇപ്പോൾ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അത് വലിയൊരു യുദ്ധമായി പരിണമിക്കുമെന്ന ഭയം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയയിലെയും ലബനോണിലെയും സൈനികർ മുഖേന ഇസ്രായേലിന് നേരെ കടുത്ത തിരിച്ചടിക്ക് മുതിർന്നേക്കാമെന്നാണ് സൂചന. ലബനോണിലെയും ഇറാഖിലെയും യമനിലെയും ഇറാന്റെ കേന്ദ്രങ്ങൾ വഴി അല്ലാതെ ഒരാക്രമണം നേരിട്ട് നടത്താൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും ലോകം കരുതുന്നത്. മറിച്ചൊന്നുണ്ടായാൽ അത് വലിയ യുദ്ധത്തിലേക്ക് വഴിമാറും. ഇസ്രായേൽ എന്തായാലും ഇങ്ങനെയൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് ഇസ്രയേലി സൈനിക തലപ്പത്ത് നിന്ന് തിങ്കളാഴ്ചയ്ക്ക് ശേഷം വന്ന പ്രതികരണങ്ങൾ. ഇറാൻ നേരിട്ട് ഇസ്രയേലിന് ആക്രമിക്കുന്നതിനുള്ള സാധ്യത തള്ളുന്നില്ലെന്ന് ഇസ്രയേലി മിലിറ്ററി ഇന്റലിജൻസ് തലവൻ അമോസ് യാഡ്ലിൻ ടൈംസ് ഓഫ് ഇസ്രയേലിനോട് പറഞ്ഞതിന് ഇത് തെളിവാണ്. അതിനായി യാഡ്ലി ചൂണ്ടിക്കാട്ടുന്നത് കുറച്ചു മാസം മുമ്പ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളാണ്. മാത്രമല്ല, ഇറാനിയൻ ശ്രേഷ്ഠ നേതാവ് അയത്തുള്ള അലി ഖമനേയി ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതും ഗുരുതരമായ സാഹചര്യമാണ് സൂചന നൽകുന്നത്. ഇസ്രായേലിന്റെ പ്രതികരണം നൽകുന്ന മറ്റൊരു സൂചനയുമുണ്ട്. അത് ഞങ്ങൾ ആരാക്രമിച്ചാലും അത് നേരിടാൻ തയ്യാറാണ് എന്നതാണ്. നിലവിൽ ഒരു യുദ്ധം നടത്തുമ്പോഴും മറ്റൊന്നിന് കോപ്പ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ലാഘവ ബുദ്ധിയോടെയുമാവില്ല. അതിനു മാത്രം ബുദ്ധിശൂന്യനല്ല ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ലോകത്തിനറിയാം. ഇസ്രയേലും ഇറാനും യുദ്ധപാതയിലായാൽ അത് ഇസ്രയേൽ ഹമാസ് യുദ്ധം പോലെ ആയിരിക്കില്ല. 10 മടങ്ങായിരിക്കും പ്രത്യാഘാതം. അത് ഭയന്ന് തന്നെയാണ് ഗാസയിൽ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയപ്പോൾ ലോകം കരുതലോടെ നിരീക്ഷിച്ചതും പ്രതികരിച്ചതും. അതുകൊണ്ട് ലോകം വലിയ ആശങ്കയോടെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ മോർണിംഗ് ബൈബ്സിലേക്ക് വീണ്ടും നമ്മൾ തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് വല്ല ചൂടിലാണ്, നമുക്കറിയാലോ. അപ്പോൾ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ് നമ്മളൊപ്പം ഉണ്ടായിരുന്നത്. ഞാൻ ഈ നീല ഷർട്ടുകാരിലേക്ക് ഒന്ന് പോവാണ്. ഈ നീല ഷർട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞാൽ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നിരഞ്ജൻ സുനിലേട്ടന്റെ മകനാണ്. സുനിലേട്ടൻ പിന്നെ എത്ര മക്കളാണ്? ഒരാള് ഏക മകനാണ്. പഠിക്കുന്നത് ചെന്നൈയിൽ അല്ലേ? ചെന്നൈ മദ്രാസ് കോളേജിൽ. ഏത് കോഴ്സ്? ഞാൻ എക്കണോമിക്സ് MA ഫൈനൽ ഇയർ ആണ് ഇപ്പോൾ. ഈ രാഷ്ട്രീയത്തിലൊക്കെ ചെറുപ്പം മുതൽ ശ്രദ്ധിക്കാറുണ്ടോ? പിന്നെ ശ്രദ്ധിക്കാറുണ്ട്. അതിലാണല്ലോ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും. പൊതുവെ അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ. നമ്മളെല്ലാവരും നമുക്കൊരു നിലപാടുണ്ടാവണല്ലോ. രാഷ്ട്രീയ നിലപാട് എപ്പോഴും ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ചെറുപ്പം തൊട്ട് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നപ്പോൾ നിരഞ്ജന്റെ ഇപ്പോഴത്തെ ഒരു പ്രായം വെച്ച് കൂട്ടുകയാണെങ്കിൽ ഈ അച്ഛൻ തിരക്കിലേക്ക് പോയ ഈ കാലഘട്ടമായിരിക്കും നിരഞ്ജന്റെ പ്രായവും അല്ലേ? ഈ അച്ഛനെ വീട്ടിൽ കിട്ടാറുണ്ടോ? അധികം കിട്ടാറില്ല. ഇപ്പോൾ ഇപ്പൊ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നെ തീരെ കിട്ടാറില്ല. ഞാനിപ്പോ ചെന്നൈയിലായതുകൊണ്ട് അധികം ഞാനിങ്ങനെ വരുമ്പോഴാണ് കാണാറ്. അത് പക്ഷേ എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ പോവാറുണ്ട് ഇപ്പൊ എപ്പോഴും. അപ്പൊ എനിക്ക് അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ പൊതുവെ കുറവാണ്. സാധാരണ ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. അതെ. ഓക്കെ, ഇപ്പൊ ഏത് ഇയറാണ് പഠിക്കുന്നത്? ഞാൻ ഫൈനൽ ഇയർ, എന്റെ MA ഫൈനൽ ഇയർ ഇപ്പോൾ. ഓക്കെ, എക്കണോമിക്സ് അല്ലേ? എക്കണോമിക്സ്. ഓക്കെ, ഇനി പഠനമൊക്കെ കഴിഞ്ഞിട്ട് എന്താ അടുത്ത ലക്ഷ്യം? നമ്മൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു പ്ലാൻ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. അല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ
എൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ രാഷ്ട്രീയം അതൊന്നും ഒരു പ്ലാനിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കുന്ന ഒരാളല്ല. എന്തായാലും ഒരു ജോലിയെല്ലാം നോക്കുന്നുണ്ട്. ഇതിന് ശേഷം എക്സാമുകളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കാനുള്ളൊരു ഇതിലാണ്. അച്ഛൻ വീട്ടിലെങ്ങനെ കർക്കശം ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? അത് മകനോട് ഭയങ്കര സ്നേഹവാത്സല്യം ഇങ്ങനത്തെ ഒരാളെ എന്നോട് ഒരു പേരന്റ് നിലയിൽ സ്നേഹവാത്സല്യമുള്ള ഒരാളാണ്. സ്ട്രിക്റ്റ് ഒന്നല്ല അങ്ങനെ സ്ട്രിക്റ്റ് അല്ല. അതായത് സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആവുക, അല്ലാതെ ഇങ്ങനെ ഒരു പേടിച്ച് നിൽക്കുന്ന ഒരു ഇതൊന്നുമല്ല. അതായത് വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ഞങ്ങള് വളരെ ക്ലോസ് ആണ്. അപ്പൊ അങ്ങനെ ഇടയിലെ വലിയ മതിലുകളൊന്നും ഇല്ല. അപ്പൊ പഠിക്കുന്ന കാര്യത്തിലൊക്കെ അച്ഛന്റെ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നോ? ഇന്ന വഴിക്ക് പോകണം, അല്ലെങ്കിൽ അതോ ടോട്ടലി നിരഞ്ജന്റെ വഴിക്ക് വിട്ടതായിരുന്നു? എന്റെ വഴിക്ക് വിട്ടുതരായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അച്ഛൻ അല്ലാത്ത രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും അച്ഛൻ്റെതായ രീതിയിൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നല്ലാതെ അങ്ങനെ എന്നെ നിർബന്ധിക്കാറില്ല. നമ്മള് എന്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ നിർബന്ധത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ASF ഉണ്ടായിരുന്നു? അതെ, ഞാൻ ASF ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഓക്കെ. അപ്പോൾ ചെന്നൈയിലൊക്കെ എങ്ങനെയാ? അവിടെയൊക്കെ ഒരു രാഷ്ട്രീയം, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ? അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ രീതിയിലല്ല, രാഷ്ട്രീയം ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പൊതുവെ അവിടെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ്. പക്ഷെ എന്നാലും കേരളത്തിലുള്ള അത്ര രീതിയിലുള്ള ചർച്ചകളൊന്നും വരാറില്ല. എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ പൊതുവെ ഒരു രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ള എല്ലാവരും. ആണ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒരുപാട് മലയാളികളുള്ള കോളേജാണ് അല്ലേ? ഒരുപാട് മലയാളികളുണ്ട്. ഏകദേശം 30% മലയാളികളുണ്ട് അവിടെ ക്യാമ്പസിൽ. ഈവൻ കുറെ ട്രോൾ വരെ കണ്ടിട്ടുണ്ട്, അവിടുത്തെ സ്റ്റുഡൻസ് ഇറക്കിയ മലയാളികളുടെ ട്രോള്. മലയാളികൾ ഒരുപാടുള്ള ഒരു ക്യാമ്പസാണ് MCC. മിനി കേരള എന്ന് പോലും അങ്ങനെ ഇടയ്ക്ക് അറിയപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. ഒരുപാട് മലയാളികളുണ്ട്. പൊതുവെ നല്ലൊരു ക്യാമ്പസാണ്. ഇനി തൃശ്ശൂരിലെ ഇലക്ഷനിലേക്ക് ഒന്ന് വന്നോട്ടെ. എന്താണ് ഇവിടെ മാറി നിന്ന് നോക്കിയപ്പോൾ എന്താ നിരഞ്ജന് തോന്നിയത്? മാറി നിന്ന് നോക്കാന്ന് പറയുമ്പോൾ, അതായത് ഒരു അച്ഛന്റെ മകൻ എന്നുള്ള നിലയിലല്ലാതെ ഒരു സാധാരണ വോട്ടർ എന്ന നിലയിൽ നോക്കിയപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു ചൂട് തോന്നിയത്? എനിക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു തോന്നലുകളൊന്നും ഇല്ല ഇതിന്റെ ഇടയിൽ. പിന്നെ ഇപ്പൊ എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ഇലക്ഷൻ തന്നെ ഒരു ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയമാണല്ലോ നമ്മളെല്ലാവരും ഇപ്പൊ നേരിട്ട്. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് അത്രയും പ്രസക്തമായിട്ടുള്ള ഒരു ഇലക്ഷനാണ്. അപ്പോൾ നമ്മളിതിൽ പരമാവധി പങ്കാളിയാവാന്നുള്ളതാണ് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നത്. അത് ഞാനിപ്പോ കഴിയാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു. അതെ. ഓക്കെ. ഒരുപാട് സന്തോഷം നിരഞ്ജൻ, കാണാൻ സാധിച്ചല്ലേ. അപ്പോൾ ഇത് സുനിലേട്ടന്റെ മകനാണ് നിരഞ്ജൻ. അപ്പൊ നിൽക്കുന്ന അവർ രണ്ടുപേരുണ്ട്. ഇവരൊക്കെ സ്വന്തം സഹചാരികളാണ് സുനിലേട്ടന്റെ. രാത്രി 12 മണി വരെ ഈ പ്രചാരണ തിരക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് സാരഥി. ഇവരൊക്കെ ഫുൾ ടൈം അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതാണ്. അദ്ദേഹം രാത്രി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വൈകി ഉറങ്ങി അതിരാവിലെ എഴുന്നേൽക്കുന്നു. നിങ്ങളുടെയും ഉറക്കം അതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചൂടിലൊക്കെ പോകുമ്പോൾ? എങ്ങനെയുണ്ട്? നമുക്കൊരു ആവേശമല്ലേ? നമുക്ക് നല്ലൊരു ആവേശമാണ്, നല്ലൊരു പോസിറ്റീവാണ് കിട്ടുന്നത്. പോകുന്നിടത്ത് എന്തായാലും ജയിക്കും നമ്മൾ, എന്തായാലും ഉറപ്പാണ്. എത്ര ആളെ സുനിലേട്ടൻ ഇവിടെ? ഞാനിപ്പോ അവിടുത്തെ സുനിച്ചേട്ടൻ്റെ അവിടുത്തെ മേഖല സെക്രട്ടറിയാണ്. ഞാനിപ്പോ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷന്റെ ഭാഗമായിട്ട് കൂടുതലുള്ള ഈ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളാകുമ്പോൾ ഉറപ്പായിട്ടും നല്ല റെസ്പോൺസ്, ഇൻസ്റ്റന്റ് റെസ്പോൺസ് കിട്ടുമല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് റെസ്പോൺസ്? എങ്ങനെ വരുന്നുണ്ട്? നല്ല പോസ്റ്റുകളൊക്കെ നല്ല റീച്ച് ആവണാണ്. പിന്നെ നമ്മൾ ഈ ഓട്ടോ ബോട്ടുകൾ വെച്ചിട്ട് വ്യൂസും ലൈക്സും കൂട്ടണമല്ല, നാച്ചുറൽ ആയിട്ടുള്ള വ്യൂസും ഓർഗാനിക് ലൈക്സും ആണ്. ഓക്കെ. അപ്പൊ എന്താ അതെ സുനിലേട്ടൻ ഇറങ്ങി. അപ്പോൾ വീണ്ടും തിരക്കിലേക്ക് പോവുകയാണ്. രാവിലെ ഞാൻ പറഞ്ഞല്ലേ, ഈ പറഞ്ഞ പോലെ പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാവിലെ ജസ്റ്റ് DC വന്നു, അവിടെ 1-2 സഹപ്രവർത്തകരുമായി സംസാരിച്ചു. വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. പ്രചാരണത്തിന്റെയും ഒപ്പം മറ്റു പരിപാടികളുടെയും തിരക്കിലേക്കൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോളിലാണ്. ഫോൺ കോൾ കഴിയട്ടെ, അതിനിട്ട് നമുക്ക് ചോദിക്കാമല്ലോ. അപ്പൊ എന്താണെങ്കിലും ഇപ്പോൾ തൊട്ടു മുമ്പ് കണ്ടത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരായിരുന്നു. സുനിലേട്ട ഫോണിലാണല്ലേ? കുഴപ്പമില്ല, നടക്കട്ടെ. നമ്മളായിട്ട് ഒരിക്കലും പ്രചാരണം നമ്മൾ തടസ്സം ഉണ്ടാക്കില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നേരെ തിരുവമ്പാടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കാഴ്ചയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സമയം 7:50 ആയിട്ടുണ്ട്. എന്തായാലും നമ്മളൊരു ചെറിയൊരു പാക്കേജ് കണ്ട ശേഷം മടങ്ങി വരാമോ എന്നുള്ളൊരു സംശയം നിൽക്കുന്നു. വേണ്ട, നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവുകയാണ്. തിരുവമ്പാടിയിൽ അവിടെ ഞാൻ പറഞ്ഞ പോലെ അവിടെ കാൽനാട്ടിലാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ബാക്കിൽ ഇരുന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് സൗകര്യം ഉണ്ടാകും. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, പൂരപ്പറമ്പിലേക്ക് പോവുകയാണ്. അവിടെ കാൽനാട്ടിലാണ്. അവിടുത്തെ വർത്തമാനങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം, പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ പൂരവിശേഷങ്ങൾ, സന്തോഷങ്ങൾ എന്നൊക്കെ. സ്ഥലം ഉണ്ടോ?
കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ചേട്ടനാണ് ഇങ്ങോട്ട് ഇരുന്നില്ല, പ്രശ്നമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. നമ്മൾ വർത്താനൊക്കെ ഇങ്ങനെയാണല്ലോ, പിന്നെ സമത്വം സന്തോഷം സ്നേഹമൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങി തിരുവമ്പാടിയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ DC-യിൽ നിന്ന്, ഇത് തൃശ്ശൂർ DC-യിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നേരെ അവിടെ പോവുകയാണ്. അവിടെ കാൽനാട്ടിൽ ആദ്യം പറഞ്ഞല്ലോ, തിരുവമ്പാടിയുടെ കാൽനാട്ടിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോ എന്തായാലും തൃശ്ശൂരിലെ കാഴ്ചകൾ വർത്താനങ്ങളൊക്കെ പ്രേക്ഷകർക്കറിയാം. വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന, ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ VS സുനിൽകുമാർ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വോട്ടഭ്യർത്ഥിക്കുന്നു. ഒപ്പം NDA-യുടെ സുരേഷ് ഗോപി, UDF-ന് വേണ്ടി K മുരളീധരൻ. ശക്തമായിട്ടുള്ളൊരു മത്സരം തന്നെ ഉണ്ട്. ഒരു ആകാംക്ഷയിൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സുലേട്ടാ, ഈ പൂരം അതൊരു ആവേശമല്ലേ തൃശ്ശൂരിന്? പിന്നെ പൂരമില്ലാത്ത തൃശ്ശൂരില്ലല്ലോ. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാല് ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പൊ തൃശ്ശൂർ പൂരം, അതിന്റെ ചടങ്ങുകള്, അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും തൃശ്ശൂർക്കാർക്ക് ഒരുതരം ഹരാണ്. അപ്പൊ അത് ഇല്ലാത്ത, ഇപ്പൊ നമ്മള് പൂരത്തിന്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം, ഈ കൊല്ലത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഇലക്ഷൻ കൂടി ആവുമ്പോഴേ നമ്മൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് പൂരം കാണാൻ പോവാന്ന് പറയുന്നത് ഒരുതരം ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. എന്നാലും പൂരം ഇത്തവണ സ്ഥാനാർത്ഥിയായി തന്നെ അതിലെ പിന്നെ സമയാസമയങ്ങൾ നമുക്ക് എത്താൻ പറ്റില്ല പൂരത്തിന്റെ ചടങ്ങുകളിലെ. നമ്മൾ ചിലപ്പോ നമ്മുടെ സമയം ഈ ഇലക്ഷന്റെ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോ പൂരത്തിന്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ വളരെ 7-8 മണിക്ക് ആരംഭിക്കേണ്ട എന്റെ പര്യടന പരിപാടിക്കിടയിലാണ് ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ കാൽനാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നത്. അപ്പൊ കേട്ടിയെടുത്താ അവിടെ കാൽനാട്ടിലുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ പോകുന്ന കറക്റ്റ് സമയത്താണ് എത്തിയത്. ഈ സുനിലേട്ടാ, ഈ പൂരാകുമ്പോ ഈ ദിവസങ്ങളിൽ പ്രചാരണം കുറച്ച് പ്രശ്നമാവില്ലേ? അല്ല, പൂരത്തിന്റെ പ്രചരണം, പൂരാകുമ്പോ പൂരത്തിന്റെ കൂട്ടത്തിൽ പ്രചരണം നടത്താലോ. അത് തൃശ്ശൂരായിട്ട് മാത്രമല്ലോ, ഒരുപാട് പേര് വരില്ലേ? അല്ല, അത് കുഴപ്പമില്ല. പൂരം കഴിഞ്ഞിട്ടുള്ള പ്രചരണം നമ്മൾ ഉണ്ടാവുള്ളൂ. പൂരത്തിന്റെ ഇടയിൽ നമ്മള് പൂരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തുള്ളൂ. പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ലെഫ്റ്റില് കയറ്റിയെടുത്ത് ആയിക്കോട്ടെ, ഇറങ്ങിക്കോ. അപ്പം എന്താണെങ്കിലും ഇതാണ് തൃശ്ശൂരുകാരുടെ ഒരു മനസ്സ്, അത് നമുക്ക് വ്യക്തമാകുന്നുണ്ട് VS സുനിൽകുമാറിന്റെ സംസാരത്തിൽ നിന്ന്. VS സുനിൽകുമാർ പറഞ്ഞതുപോലെ ഈ പൂരം കഴിഞ്ഞിട്ടുള്ള പ്രചാരണമൊക്കെ മതി എന്നുള്ളതാണ് VS സുനിൽകുമാർ പറഞ്ഞത്. എന്നാലും ഇവിടെ തിരുവമ്പാടിയുടെ കാൽനാട്ട് ചടങ്ങ് നടക്കുന്നത്, അതിനുവേണ്ടിയാണ് എത്തിയത്. VS സുനിൽകുമാർ എത്തിയത് അല്പസമയത്തിനകം തന്നെ ഇവിടെ കാൽനാട്ടൽ ചടങ്ങ് നടക്കുകയും ചെയ്യും. പൂരത്തിന്റെ ഒരു ആഘോഷത്തിലേക്ക് തൃശ്ശൂർ എത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടുള്ള കാൽനാട്ടലാണ് ഇവിടെ നടക്കുന്നത്. തിരുവമ്പാടി ഇന്നലെ പാറമേക്കാവിന്റെ കാൽനാട്ടലാണ് നടന്ന്, ഇന്ന് ഇപ്പോൾ തിരുവമ്പാടിയുടെ കാൽനാട്ടൽ ചടങ്ങ് നടക്കാൻ പോകുന്നത്. എന്നാണെങ്കിലും മോർണിംഗ് ബൈറ്റ്സിന്റെ സമയം ഏറെക്കുറെ ഇവിടെ പൂർത്തിയാവുകയാണ്. VS സുനിൽകുമാറിനൊപ്പമാണ് നമ്മൾ ഇത്രയും നേരം രാവിലെ മോർണിംഗ് ബൈറ്റ്സ് പങ്കുവച്ചത്. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ എത്തിയിരിക്കുന്നു. ഒരുപാട് പേർക്ക് നടുവിലേക്ക് ഒരു തൃശ്ശൂരുകാരന്റെ മനസ്സോടുകൂടി ചേർന്ന് നിൽക്കുകയാണ് VS സുനിൽകുമാറിന്റെ കാഴ്ചകൾ വർത്താനങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ ചേർന്നത്. മോർണിംഗ് ബൈറ്റ്സ് തൽക്കാലം ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്. മോർണിംഗ് ബൈറ്റ്സും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. പത്രിക